വാനവദൂതഗണങ്ങളെ പാടാം മേരിതൻ ഗീതം. വാവാ നവവൃന്ദം മാലാഖമാരെ വാഴ്ത്താം മേരിതൻ നാമം. വാവാ വാനവദൂതഗണങ്ങളെ പാടാം മേരിതൻ ഗീതം. വാവാ നവവൃന്ദം മാലാഖമാരെ വാഴ്ത്താം മേരിതൻ നാമം. ആവേ മരിയ, ആവേ 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 മരിയ, ആവേ മരിയ, ആവേ 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 മരിയ. വാനവദൂതഗണങ്ങളെ പാടാം മേരിതൻ ഗീതം. വാവാ നവവൃന്ദം മാലാഖമാരെ വാഴ്ത്താം മേരിതൻ നാമം. പൂവിലെ മഞ്ഞേ പുൽക്കൊടിയേ, പൂക്കളെ പാറും പൂമ്പാറ്റകളെ. പൂവിലെ മഞ്ഞേ പുൽക്കൊടിയേ, പൂക്കളെ പാറും പൂമ്പാറ്റകളെ. മലനിരയെ തരുനിരയെ വാഴ്ത്താം മേരിതൻ ഗീതകം. മലനിരയെ തരുനിരയെ പാടാം മേരിതൻ ഗീതകം. വാവാ വാനവദൂതഗണങ്ങളെ പാടാം മേരിതൻ ഗീതം. വാവാ നവവൃന്ദം മാലാഖമാരെ വാഴ്ത്താം മേരിതൻ നാമം. വാവാ വാനവദൂതഗണങ്ങളെ പാടാം മേരിതൻ ഗീതം. വാവാ നവവൃന്ദം മാലാഖമാരെ വാഴ്ത്താം മേരിതൻ നാമം. സകല മാലാഖമാരുടെയും രാജ്ഞി, ക്രോവേന്മാർ, ശ്രാപ്പേന്മാർ, മുഖ്യദൂതന്മാർ എല്ലാം ഈ മഹാരാജ്ഞിയുടെ മുമ്പിൽ ശിരസ് നമിക്കുന്നു. അവൾ കർത്താവിൻ്റെ ദാസിയും അവൾ കർത്താവിൻ്റെ അമ്മയും. ദിവ്യരഹസ്യമാണത്. പിതാവായ ദൈവത്തിൻ്റെ പുത്രിയായ മേരി, പുത്രനായ ദൈവത്തിൻ്റെ മാതാവായ മേരി, പരിശുദ്ധാത്മാവെന്ന നിത്യസഹായകൻ്റെ ദിവ്യമണവാട്ടിയായ മേരി, പരിശുദ്ധ തൃത്വത്തിൻ്റെ ആനന്ദഭാജനം. പരിശുദ്ധ അമ്മയെ നമുക്കും വണങ്ങാം. പരിശുദ്ധ അമ്മയെ നമുക്കും സ്നേഹിക്കാം. കാർമൽ ഗീതങ്ങളിലേക്ക് ഹൃദയപൂർവ്വം നിങ്ങളെ ചേർക്കുമ്പോൾ പ്രാർത്ഥനയോടെ മരിയ ഗാന പ്രകീർത്തനങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
ശിശുവിൻ്റെ അമ്മയാകും. പുരുഷനെ അറിയാത്ത കന്യകയെങ്ങനെ അവതാര ശിശുവിൻ്റെ അമ്മയാകും. അവളുടെ ഗർഭം സമ്മതമായപ്പോൾ, അവളുടെ ഗർഭം സമ്മതമായപ്പോൾ വചനം മാംസമായി അവതരിച്ചു. ദൈവം മനുഷ്യനായി അവതരിച്ചു. അടിയാട്ടിയായൊരു പെൺകുട്ടി കർത്താവിൻ ഗേഹത്തിൽ വ്രതമിരുന്നു. അവളുടെ ഹൃദയം ഹെർമോൻ മലയിലെ മഞ്ഞിന്റെ തൂവെണ്ണ അണിഞ്ഞിരുന്നു. അടിയാട്ടിയായൊരു പെൺകുട്ടി കർത്താവിൻ ഗേഹത്തിൽ വ്രതമിരുന്നു. അവളുടെ ഹൃദയം ഹെർമോൻ മലയിലെ മഞ്ഞിന്റെ തൂവെണ്ണ അണിഞ്ഞിരുന്നു. അടിയാട്ടിയായൊരു പെൺകുട്ടി. മിനി, അടിയാട്ടിയായ പെൺകുട്ടി കർത്താവിൻ്റെ ഗേഹത്തിൽ വ്രതമിരുന്ന പരിശുദ്ധ മറിയത്തെക്കുറിച്ചാണ്, ആ കന്യകയെക്കുറിച്ചാണ് വിശേഷിപ്പിച്ചത്. അടിയാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം തീരുമാനം പോലുമില്ല, എല്ലാം ദൈവത്തിൻ്റെതെന്നുള്ള സമർപ്പണത്തിൻ്റെ ഒരു വ്യക്തിത്വം തന്നെ. തൻ്റെ ആത്മാവും തൻ്റെ മനസ്സും ശരീരവും ഒക്കെ ദൈവഹിതത്തിന് കാഴ്ചവെച്ച ആ കന്യകയെക്കുറിച്ച്, പരിശുദ്ധ മറിയത്തെക്കുറിച്ച് വളരെ മനോഹരമായി മിനി പാടി. മിനിയുടെ സ്വദേശവും പ്രവർത്തന മണ്ഡലങ്ങളൊക്കെ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കൂ. എൻ്റെ സ്വദേശം ചേർപ്പുങ്കലാണ്, പാലായ്ക്കടുത്താണ് പാലക്കാട് ചേർപ്പങ്കൽ. ഹോളി ക്രോസ് ഫൊറോന ചർച്ചാണ് എൻ്റെ ഇടവക. ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് കൊയറുകൾക്കും ചെറിയ ചെറിയ ഗാനമേളകൾക്കും ഒക്കെ പാടി വരുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ കുറച്ച് കൊച്ചു കുട്ടികളെ സംഗീതം അഭ്യസിപ്പിക്കുന്നുണ്ട്. പിന്നെ ചില സ്കൂളുകളിൽ ജോലി ചെയ്തു വരുന്നു മ്യൂസിക് ടീച്ചറായിട്ട്. എത്ര വർഷമായി ഈ സംഗീത വഴിയിലേക്ക് കടന്നു വന്നിട്ട്? സംഗീത വഴിയിലേക്ക് കടന്നു വന്നത് 8ാം ക്ലാസ് മുതൽ ഞാൻ കൊയറിന് പോകുന്നുണ്ട്. ഇപ്പോഴും സ്കൂളിലൊക്കെ പാടും. സ്കൂളുകളിലെ യൂത്ത് ഫെസ്റ്റിവലുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സഭയുടെ ഓരോ പ്രോഗ്രാമുകൾക്കും ഒക്കെ പാടാറുണ്ട്. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ആദ്യം മുതൽ അവസാനം വരെ മിനി കണ്ണു തുറന്നില്ല. കണ്ണ് തുറക്കാതെ പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൃദയത്തിൽ പകർത്തി പാടുന്നതാ. ശരിക്കും ഹൃദയഭാവം ഉൾക്കൊണ്ട് പാടാൻ കഴിയുന്നത് സംഗീതാത്മകമായ ഒരു വലിയ കാര്യം തന്നെയാണല്ലോ. അതിനുമപ്പുറം ഞാൻ ഇവിടെ ശ്രദ്ധിച്ച് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പാടുമ്പോൾ മിനിയുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു അനുഭവം ഞാൻ കാണുകയായിരുന്നു. എന്താണ് പരിശുദ്ധ അമ്മയുടെ ആ നിർമ്മല സ്നേഹത്തിൽ കുതിർന്ന അനുഭവം? പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഗേഹത്തിൽ വ്രതമിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഗേഹം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ ആ കുടുംബത്തെ പറ്റി ആലോചിച്ചു. സ്വന്തം വീടിനെ കുറിച്ച്, എൻ്റെ സ്വന്തം വീടിനെ പറ്റി ഞാൻ ആലോചിച്ചു. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യേക അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങളുടെ വീട് പണിതത്. വീട് പണിത് സ്വന്തം വീട് എന്ന് വെച്ചാൽ ഇതൊരു വലിയ കൊട്ടാരമൊന്നുമല്ല. ഞങ്ങളെ സംബന്ധിച്ച് അതൊരു കൊട്ടാരം തന്നെയാണ്. വളരെ പഴയ വീടായിരുന്നു. വളരെ പഴയ വീടായിരുന്നു. ഞങ്ങൾ വളരെ എളിയ നിലയിൽ നിന്നും അല്പാൽപ്പായ ഉയർന്നു വന്ന ആൾക്കാരാണ്. അപ്പോൾ തന്നെ ഞങ്ങളുടെ വീടൊരു ജീർണാവസ്ഥയിലൊക്കെ ആയിരുന്ന സിറ്റുവേഷനിൽ ഞങ്ങൾ വേളാങ്കണ്ണി മാതാവിനെ പറ്റി കേട്ട് മാതാവിൻ്റെ പള്ളിയിൽ പോവുകയും, ഞാനവിടെ ഒന്നും പോയിട്ടില്ല, എൻ്റെ പേരൻസ് ഒക്കെ പോകാറുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് അവിടെ ഒരു പ്രത്യേക നേർച്ചയുണ്ട്. അത് നമ്മുടെ വീടില്ലാത്തവർക്ക് വേണ്ടി അവിടെ നിന്നൊരു ലോക്ക് വാങ്ങി അതോടെ പൂട്ടിയിടും. വീടില്ലാത്തവർക്ക് വേണ്ടി ഒരു താഴും താക്കോലും വാങ്ങി നമ്മളവിടെ പൂട്ടിയിടും, മാതാവിൻ്റെ മുൻപിലായിട്ട് പൂട്ടിയിടും. എന്നിട്ട് നമ്മൾ അതിൻ്റെ താക്കോല് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരും. അവിടെ വീടില്ലെങ്കിൽ നമ്മൾ അവിടെ പോയി നേർച്ചയായി കഴിച്ച് മാതാവിൻ്റെ മുൻപിൽ
താഴിട്ട് പൂട്ടിയിട്ട് താക്കോല് വീട്ടിലേക്ക് കൊണ്ടുവരും. താക്കോല് വീട്ടിൽ കൊണ്ടുവരും. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വീട് പണിതതിന് ശേഷം നമ്മൾ ആ താക്കോല് പോയി കണ്ടുപിടിച്ച് തുറന്നെടുക്കണം. കാരണം ലക്ഷക്കണക്കിന് താക്കോലുകൾ പൂട്ടുകൾ അവിടെ പൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എൻ്റെ അപ്പച്ചൻ അവിടെ അത് പൂട്ടിയിട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. 10 രൂപ പോലും ഞങ്ങൾക്ക് വീട് പണിയുവാനായിട്ടുള്ള നീക്കിയിരിപ്പ് ബാക്കി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നത് പൂട്ടി ലോക്കായിട്ട് വീട്ടിൽ വന്നു. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ പണി ആരംഭിച്ചു. പിന്നെ അത് വേഗം ഒരുവിധം പൂർത്തിയായി. എങ്കിലും പണി തീരുവാനൊക്കെ ഉണ്ട്. എങ്കിലും ഞങ്ങൾക്ക് വളരെ സൗകര്യപ്രദമായിട്ട് അത് ഉപയോഗിക്കത്തക്ക വിധത്തിലാക്കി തന്നു മാതാവ്. അപ്പോൾ ഞങ്ങളത് വീണ്ടും ഈ ലോക്ക് അഴിക്കുവാനായിട്ട് അവിടെ ചെന്നു. രാവിലെ തൊട്ട് ഞങ്ങൾ ലോക്കുകളെല്ലാം പൂട്ടി തുറന്നു നോക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇതൊന്നും ശരിയായില്ല. അവസാനം പള്ളിയിൽ അവിടുത്തെ ഒരു അച്ഛൻ ഞങ്ങളുടെ ഈ അവസ്ഥ കണ്ടുവെന്ന് പറഞ്ഞു, നിങ്ങൾ പൊക്കോ, ഇത് ചെയ്യണ്ട, ഇവിടെ ഒരു വീടിൻ്റെ രൂപം എടുത്ത് വെച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അപ്പച്ചൻ സമ്മതിച്ചില്ല. നമ്മൾ എന്തായാലും ഇത് തുറന്നിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങളത് ഒത്തിരി സമയം അവിടെ ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ലോക്ക് തുറന്നു വന്നു. ആ ലോക്ക് കൊണ്ട് നമ്മൾ വീട്ടിൽ പോന്നു. അപ്പോൾ അതിനുശേഷം നമ്മുടെ അടുത്തുള്ള ഒത്തിരി അയൽവാസികളോട് ഞങ്ങൾ ഇത് പറയുകയും വീടില്ലാത്ത കുറേ പേര് ഈ നേർച്ച നിർവഹിച്ച് വീട് വീണ്ടും പൂർത്തിയാക്കിയ ഒരു വളരെ അത്ഭുതകരമായ ഒരു അവസ്ഥ ഉണ്ടായി. ഇനി ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന അനേകം പേരുണ്ട്. ഒരുപാട് ജീർണതയുടെ നൊമ്പരങ്ങൾ പേറുന്ന അനേകം കുടുംബങ്ങളുണ്ട്. ഒരു വീടൊന്ന് പണിത് പൂർത്തിയാക്കുവാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള നൊമ്പരത്തിൽ കഴിയുന്നവരുണ്ട്. അവർക്കെല്ലാം താങ്ങായി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ചു തരുവാൻ പരിശുദ്ധ അമ്മ കൂടെയുണ്ടെന്നുള്ള ഒരു വെളിപ്പെടുത്തൽ മനോഹരമായി മിനി ഗാനം ആലപിച്ചു. ഒപ്പം ആ ഇല്ലായ്മ തുറന്നു പറയുന്ന അത് തന്നെയാണ് ഒരു അടിയാട്ടിയായ പെൺകുട്ടിയുടെയും നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ ജീവിതം അത് തന്നെ. തനിക്കൊന്നുമില്ലെങ്കിലും അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്ന, മോനെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്ന ആ നല്ല അമ്മ, ആ അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് വ്യക്തമാവുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സഹോദരി ഇവിടെ ഗാനം ആലപിച്ചു. ഞാനിവിടെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. അടിയാട്ടിയായൊരു പെൺകുട്ടി എന്ന ആ വരികൾ പാടുമ്പോൾ, കർത്താവിൻ്റെ ഗേഹത്തിൽ വ്രതമിരുന്ന ആ കന്യകയെക്കുറിച്ച് പാടുമ്പോൾ ഈ സഹോദരിയുടെ കണ്ണുകൾ ഈർന്നണിയുന്നുണ്ടായിരുന്നു. ആ ഗേഹം എന്നുള്ള ഓർമ്മ, സ്വന്തം വീട് ഇല്ലാതിരുന്ന അവസ്ഥയിൽ നിന്നും പരിശുദ്ധ അമ്മ നസ്രയത്തിലെ ആ കന്യകയുടെ, നസ്രയത്തിലെ ആ അമ്മയുടെ ജീവിതത്തിൻ്റെ സ്നേഹമാധ്യസ്ഥം തേടിയപ്പോൾ ആ അമ്മ കനിഞ്ഞു, ദൈവത്തിൽ നിന്നും അനുഗ്രഹം പ്രാപിച്ചു തന്നു. ഒരു വീട് ഏവരുടെയും സ്വപ്നമല്ലേ സ്വന്തമായൊരു വീട്. ഇല്ലായ്മയിലും വല്ലായ്മയിലും കൂടെ നിൽക്കുന്ന അധികം വലിയ നേട്ടമെന്നല്ല, ഒരു സ്വച്ഛത, ഒരു ശാന്തത, ഒരു ഹൃദയ സമാധാനം, ഈ അനുഭവത്തോടു കൂടി ആയിരിക്കുവാൻ കഴിയുന്ന സമാധാനത്തിൻ്റെ രാജ്ഞി കൂടെയുള്ളപ്പോൾ നമ്മുടെ ജീവിതമൊക്കെ പ്രത്യാശയുടെ തുരുത്തിലേക്ക് അമ്മ കരം പിടിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ അടുത്ത ഗാനത്തിലേക്ക് ശ്രമിക്കാം. തലമുറയായി കീർത്തനമുണരും.
മറിയത്തിൻ്റെ സ്തോത്രഗീതം. ഇനി മുതൽ തലമുറ തലമുറ എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന പരിശുദ്ധ അമ്മയുടെ ഏറ്റുപറച്ചിൽ, ആ ദൈവത്തെ പ്രകീർത്തിച്ച് പാടുന്ന സ്തോത്രഗീതം മനോഹരമായി പാടിയപ്പോൾ ശ്രദ്ധിക്കുകയായിരുന്നു. ഹൃദയത്തിൽ എങ്ങനെ ഹൃദയത്തിൽ ഗർവ് നനച്ചാൽ ചിതറിക്കും ആരായാലും. ഹൃദയത്തിൽ ഗർവ് നനച്ചാൽ ചിതറിക്കും ആരായാലും. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മ എളിമയുടെ ഏറ്റവും ആഴമായ മാതൃകയാണ് നമുക്ക്. പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കുമ്പോൾ എളിമയെന്ന പുണ്യം സകല സുഹൃത്തുക്കളോടൊപ്പം അമ്മ നമുക്ക് പകർന്നു തരുന്നു. വിനയം, വിശുദ്ധി, എളിമ, അനുസരണം, ഭക്തി, പ്രാർത്ഥന, ചൈതന്യം എല്ലാം നൽകുന്ന പരിശുദ്ധ അമ്മ. അമ്മയോടൊപ്പം മുന്നേറുവാൻ, അമ്മയുടെ കരം പിടിച്ച് പ്രാർത്ഥനയിൽ മുന്നേറുവാൻ ടീച്ചറിന് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. പ്രത്യേകിച്ച് സംഗീത വഴികളിൽ ഇനി കോടാനുകോടി ഇടങ്ങളിലേക്ക് ഈ ശബ്ദവും നാദവും കടന്നു ചെല്ലട്ടെ. ദൈവത്തിന് വേണ്ടി പാടുക, ദൈവത്തിന് വേണ്ടി ഉണരുക. അവിടുന്ന് അനുഗ്രഹങ്ങളും കൃപകളും നൽകാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം വിളിക്കാതെ ഒരിക്കലും, ദൈവത്തിൻ്റെ ഹിതമാണല്ലോ നമ്മുടെ എല്ലാവരുടെയും പ്രയാണത്തിൽ ദൈവം എന്ത് നനയ്ക്കുന്നു അതിനോട് നമ്മൾ സഹകരിക്കുമ്പോൾ, ഒരു വ്യക്തി ദൈവത്തോട് സഹകരിക്കുമ്പോൾ ദൈവത്തിന് തൻ്റെ പ്രവൃത്തി ചെയ്യാൻ എളുപ്പമായി മാറുന്നു. ദൈവത്തിൻ്റെ വഴിയെ നീങ്ങാം. പരിശുദ്ധ അമ്മ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവം അരുളി ചെയ്യുന്നുണ്ടല്ലോ. ജെറമിയ 29:11 നമുക്കെല്ലാം സുപരിചിതമാണ്. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും ഒരുക്കുന്ന പദ്ധതി. ഈ പദ്ധതിയുടെ കീഴിൽ പരിശുദ്ധ മറിയം സമ്പൂർണമായി തന്നെ നൽകി. ആത്മസമർപ്പണം, ജീവസമർപ്പണം ആ അമ്മയോട് ചേർന്നാൽ, അമ്മയുടെ വഴിയെ നീങ്ങിയാൽ യേശുവിനരികിലെത്തും. അമ്മ നമ്മളെ ചേർത്ത് നിർത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും പദ്ധതികളും ഒരുക്കി കാത്തിരിക്കുന്ന കർത്താവേ, ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കഴിവുകൾ, അങ്ങ് നൽകിയ താലന്തുകൾ അവിടുത്തെ ഹിതത്തിന്, അവിടുത്തെ പദ്ധതിക്ക് സമ്പൂർണ്ണമായി അർപ്പിക്കുവാൻ, ഞങ്ങളെ സമ്പൂർണ്ണമായി നൽകുവാൻ അങ്ങ് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു ദൈവമെന്ന് അമ്മ ഉദ്ഘോഷിച്ചു. എപ്പോഴും താഴ്ന്നു നിന്നുകൊണ്ട് എളിമയോടെ വർത്തിക്കുവാൻ, എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞ് മുന്നേറുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. എപ്പോഴും അമ്മ ഞങ്ങളുടെ കരം പിടിച്ച് ഈശോയുടെ തിരുസന്നിധിയിൽ ചേർക്കണമേ. ആമേൻ.